കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. രാമായണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധാർമ്മികതയെക്കുറിച്ചൊക്കെ നമ്മൾ പലരും വാചാലരാവും. ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനാണ് അതിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. പൊതുവെ ഇതിഹാസ കൃതികളെല്ലാം തന്നെ ധർമ്മ സംസ്ഥാപനത്തിനും ധാർമ്മികതയ്ക്കും ഒക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് എന്ന് സൂചിപ്പിച്ചു പോകാറുണ്ട്. അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ യുക്തിചിന്ത വെച്ച് പുലർത്തുന്നവരും ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുന്നവരും ഒക്കെ പറയുന്ന മറ്റൊരു കാര്യം, ഇതിൽ യുക്തി ചിന്തയ്ക്ക് അപ്പുറത്തുമുള്ള കാര്യങ്ങളാണ്, അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രീയതയുടെ അടിത്തറയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അത്തരം കാര്യങ്ങൾ ഉയർത്തുന്നവർക്കും അവരുടെ ചിന്തകൾക്കും അവരുടെ വാദങ്ങൾക്കും ഉപോത്ബലകമായ സന്ദർഭങ്ങളും രാമായണത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഈ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ ഈ ബാലി സുഗ്രീവ യുദ്ധം, സുഗ്രീവൻ ഹനുമാനോടൊപ്പം ചേർന്ന് ശ്രീരാമനുമായി സന്ധി ചെയ്ത് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിട്ട് സഹായം അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയും അതേസമയം സീതയെ കണ്ടെത്തുന്ന കാര്യത്തിലേക്ക് തിരിച്ചും സഹായം ചെയ്യാമെന്ന് ഉടമ്പടിയൊക്കെ ഉണ്ടായിട്ട് ഈ ബാലി സുഗ്രീവ യുദ്ധ സമയത്ത് ആദ്യഘട്ടത്തിൽ ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും സുഗ്രീവൻ ഒരു ഘട്ടത്തിൽ മരണപ്പെട്ടു പോകുമോ എന്നുള്ള വക്കിൽ വരെ എത്തുകയുണ്ടായി. അന്നേരം സുഗ്രീവന് തന്നെ ഈ ശ്രീരാമൻ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന ശ്രീരാമൻ സഹായിക്കാതെ തന്നെ കൊലക്കി കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പിന്നീട് അടുത്ത ഒരു സന്ദർഭത്തിൽ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി ഒരു മാല സുഗ്രീവന്റെ കഴുത്തിൽ ചാർത്തിക്കൊണ്ടാണ് അടുത്ത അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അരങ്ങേറുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭം നോക്കുമ്പോൾ ചിലർ ചോദിക്കാം, ഇതൊരു ചതിപ്രയോഗമല്ലേ എന്ന് ചോദിക്കാം. അപ്പം അത്തരം കാര്യങ്ങൾക്കാണോ ഇത്തരം ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഈ സന്ദർഭം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യം എന്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളത് പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു കാവ്യമാണ്, അതിൽ ഭാവനകൾ ഉണ്ട്. ഇതിൻ്റെ ആത്യന്തികമായ അല്ലെങ്കിൽ ഇൻ ടോട്ടാലിറ്റി വരുന്ന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ധർമ്മ സംസ്ഥാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സുഗ്രീവനും ശ്രീരാമനും തമ്മിലുള്ള ഈ സന്ധിയും അതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ബാലിയുടെ നിഗ്രഹം നടക്കണം. അതിനുവേണ്ടിയാണ് ആ ഒരു മാല ചാർത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതിൽ രാമായണത്തിൽ ഓരോ ഘട്ടങ്ങളിലും നിഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ യുക്തിഭദ്രമായി ചിന്തിക്കുന്നവർ ചോദിക്കും, യുദ്ധങ്ങൾ വേണോ അല്ലെങ്കിൽ അത്തരം നിഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണോ ഈ ഇതിഹാസ കൃതിയുടെ മൂല്യം എന്ന് ചോദിക്കാം. പക്ഷേ ലോകത്ത് ആ സമയത്ത് മൂന്ന് ലോകങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുനിമാരെയും അതുപോലെ സപ്തർഷികളെയും ഒക്കെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മൊത്തം കഷ്ടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ചൊൽപ്പടിക്ക് ലോകത്തെ നിർത്തിയ രാവണനെ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിലാണ് രാമായണത്തിലെ യുദ്ധം അല്ലെങ്കിൽ അത്തരം മുഹൂർത്തങ്ങളൊക്കെ വരുന്നത്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ 21-ാം നൂറ്റാണ്ടിൽ എങ്ങനെ വായിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താനായിട്ടുള്ള രീതിയിൽ ലോക പോലീസ് ചമയുന്ന രീതിയിലും ഒക്കെ ഒറ്റ ലോകമേ ഉള്ളൂ, അത് ഞങ്ങളുടെ ചൊൽപ്പടിയിലാണ് നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിഷ്കർഷിക്കുന്ന ഭരണാധികാരികളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ അതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന യുദ്ധങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാനവരാശിയുടെ നന്മ പ്രതീക്ഷിക്കുന്ന, എല്ലാവർക്കും നന്മ പ്രതീക്ഷിക്കുന്ന, ഐക്യം പ്രതീക്ഷിക്കുന്ന ലോക ജനത കൂടുതലായും ചിന്തിക്കുക അത്തരം യുദ്ധങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയായിരിക്കും. എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകണം എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുക. അത്തരം ചിന്തകളൊക്കെ നമുക്ക് വേണമെങ്കിൽ രാമായണത്തിൽ ഉണ്ടായ സന്ദർഭങ്ങളും ഇതൊക്കെ വെച്ച് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് അതൊരു ഇതിഹാസകൃതിയാണെങ്കിലും അത് ഈ കാലഘട്ടത്തിലും അതിന്
ചില കാര്യങ്ങളിലൊക്കെ പ്രസക്തി വരുന്നുണ്ട്. നമ്മുടെ ചിന്തകളിലും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും ഒക്കെ രാമായണത്തിന് പ്രസക്തി വരുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ധാർമ്മികതയുടെ പ്രശ്നം ചോദ്യം ചെയ്യപ്പെടുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, ഇതെല്ലാം നേടി സീതയെ തിരിച്ചു കൊണ്ടുവന്ന് വരുമ്പോൾ അവിടെ ഉള്ള പൊതുജനങ്ങൾ ഈ സീതയുടെ ചാരിത്രത്തെക്കുറിച്ച് സംശയം രേഖപ്പെടുത്തുന്ന നിമിഷം ശ്രീരാമൻ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ സീതയെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്കും പോകുന്ന ഇത് വരുന്നുണ്ട്. അപ്പം മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള രീതിയിലാണ് രാമായണത്തിൽ ശ്രീരാമനെ കൊണ്ടുവരുന്നത്. പക്ഷേ അപ്പോൾ അങ്ങനെ സീതയെ ഉപേക്ഷിക്കുന്നതാണോ യുക്തി എന്ന് ചോദിക്കുന്ന വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉള്ള കൃതിയായി ആണെന്നിരിക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാലഘട്ടത്തിലൊക്കെ പല വിഷയങ്ങൾ വരുമ്പോൾ അതിനെ കുറെ കൂടി ധാർമ്മികമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സഹായിക്കുന്ന സന്ദർഭങ്ങളായി കണക്കാക്കിയാൽ മതി എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലാതെ ഇതിനെ എല്ലാം 100% ഇത് ഈ ഇതിഹാസത്തിൽ അല്ലെങ്കിൽ പുരാണത്തിൽ പറയുന്നത് 100% അതേപോലെ വാസ്തവവും അല്ലെങ്കിൽ ശരിയും ആണെന്നുള്ള അർത്ഥത്തിൽ കാണേണ്ടതില്ല. ഏറിയും കുറഞ്ഞും ശരിയും ശരികേടും ഒക്കെ ഉണ്ടായിരിക്കാം. അത്തരം രീതിയിൽ തന്നെയാണ് ഇതിഹാസ കൃതികളും പുരാണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുള്ളത്. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും നിലവിലുണ്ട്. നമ്മുടെ കേരളീയർക്കിടയിൽ അല്ലെങ്കിൽ ഭാരതത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ രാമായണം. അതിന് പ്രസക്തി ഈ രീതിയിൽ എടുത്താൽ മതി, അതിൽ അപ്പുറം പ്രസക്തി എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. പക്ഷേ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടാവുന്ന പല മൂല്യങ്ങളുമുള്ള ഒരു ഗ്രന്ഥം എന്ന രീതിയിലേക്ക് കാണാം എന്നുള്ളതാണ് തോന്നുന്നത്. പലപ്പോഴും ഈ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ യുക്തിഭദ്രതയ്ക്കും അതുപോലെ തന്നെ ശാസ്ത്രീയതയ്ക്കും അപ്പുറത്തുള്ള ചില അമാനുഷിക പ്രവർത്തികളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് ആ സന്ദർഭത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിഹാസകാരന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ രചയിതാക്കൾ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത്. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്